2024 കഴിഞ്ഞ് 25 ആയപ്പോൾ എനിക്ക് ഇന്ന് കിട്ടിയ ഒരു മഹാ അത്ഭുതം എന്ന് പറയണത് ഒരു അടിപൊളി ഒരു പാട്ട് എനിക്കെൻ്റെ മോൾ അയച്ചെന്നുണ്ട്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച എല്ലാവരും പല പല ആഘോഷങ്ങളാണ് നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നടക്കുന്നത്. അപ്പം നമ്മൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആഘോഷങ്ങളൊന്നുമില്ല. ന്യൂ ഇയറിൻ്റെ കുറച്ച് പ്രോഗ്രാംസുകൾ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാമുകളുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 2024 കഴിഞ്ഞ് 25 ആയപ്പോൾ എനിക്ക് ഇന്ന് കിട്ടിയ ഒരു മഹാ അത്ഭുതം എന്ന് പറയണത് ഒരു അടിപൊളി ഒരു പാട്ട് എനിക്കെൻ്റെ മോൾ അയച്ചെന്നുണ്ട്. മോൾ അയച്ചെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് രസ്ന അവിടുന്ന് റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു. അതിൻ്റെ ഒരു സംഭവം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ പാട്ട് നിങ്ങൾ കേട്ടിട്ട് അതിൻ്റെ അഭിപ്രായം എന്ന് പറയണം. കാരണം 2025 വൈറലാവാൻ പോകുന്നൊരു ഗാനമാണിത്. കാരണം അത് എത്ര അടിപൊളിയായിട്ടാണ് പാടിയിട്ടുള്ളതെന്ന് നിങ്ങൾ ഈ പാട്ടൊന്ന് കേട്ടിട്ട് പറയണം. അതിനുശേഷം ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ജോക്ക് ഫെലിനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരണം. കുറച്ച് കാലമായിട്ട് നമ്മുടെ ചാനലിന് ഒരു ചെറിയൊരു ഇടിവ് പറ്റിയിട്ടുണ്ട്. കാരണം ഒരുപാട് വീഡിയോസുകൾ ഇടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളും വേണം. ഈ പാട്ട് ഒന്ന് കേട്ടിട്ട് അതിൻ്റെ വിവരമൊക്കെ ഒന്ന് പറയണം. കാരണം എനിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല, അത്ര അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടൊന്ന് കേട്ടിട്ട് വരാം നമുക്ക്. ഓക്കെ, പാട്ട് പാടാൻ പോകുന്നു. പാട്. ഇനിയുണ്ട് പാട്ടിട്ട കുറേണ്ട്. മാണിക്യമലരായ ബീവി ബീവി. എന്താണ് പിരസിന? മനസ്സിലായില്ല, ഒന്നുകൂടി പറഞ്ഞേ. ബീവി. ഓ, ഇപ്പൊ മനസ്സിലായി. മക്കയില്ല പുണ്യനാട്ടിൽ പിരസിനുന്നാരി മാണിക്യമലരായ ബീവി പിരസിനാം ദാണ്ടിച്ച ബീവി. മക്കയല്ല പുണ്യനാട്ടി പിരസിനുന്നാരി. ഇതൊരു പാട്ടുകാരന്റെ മകൾ ആരാണ്? ഷിബുകാലിന്റെ മകളാണ് അല്ലേ? വലിയ പാട്ടുകാരിയാവും ട്ടാ. നല്ല രസമുണ്ട് കേക്കാൻ. സൂപ്പർ ട്ടാ. സൂപ്പറായിട്ടുണ്ട്. എന്തായാലും അവൾക്ക് പറ്റണ മാതിരി ഒപ്പിച്ചിട്ട് പാടിയിട്ടുണ്ട് കേട്ടാ. സൂപ്പറായിട്ടുണ്ട്. ഇതാണ് ഇപ്രാവശ്യത്തെ വൈറൽ ഗാനം. പിരസിനുന്നാടി. അപ്പൊ എങ്ങനെയുണ്ട് പാട്ട്? ഒരു ഒന്നൊന്നര പാട്ടാണ്. അക്ഷരസ്ഫുടത എന്ന് പറഞ്ഞാൽ ഫൈഹാടെ ഏറ്റവും ഗുണമേന്മയുള്ള ഒരു ക്വാളിറ്റിയാണ് അക്ഷരസ്ഫുടത. ആ രീതിക്ക് ഒപ്പിച്ച് കുട്ടി പാടിയതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഒരു വശം ചിന്തിക്കുന്നത് അത് ഒപ്പിച്ചെടുത്തവൾ പാടി. എന്തായാലും എല്ലാവരും ഈ പാട്ട് ഏറ്റെടുത്തു. ഈ പാട്ട് ഇവിടുന്ന് അങ്ങോട്ട് വൈറലാവാൻ പോവാണ്. ഇനി പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ എല്ലാവരും പിന്നാലെ വിട്ടോളെ. അവൾ വൈറലായി പോകുമ്പോൾ അതിന് പിന്നാലെ വിട്ടോളെ. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും കാത്തിരിക്കുക. ഓക്കെ, പുണ്യനാട്ടി പിരസിനുന്നാരി.